ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി 52-കാരി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്ന് പള്ളിപ്പുറം സ്വദേശി CM സെബാസ്റ്റ്യൻ സമ്മതിച്ചതായാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഏറ്റുമാനൂർ അതിരമ്പുഴ സ്വദേശി ജയമ്മയ തിരോധാന കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യൻ ഈ കേസിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർത്തതെന്നും കസ്റ്റഡി അപേക്ഷയിലുണ്ട്. അപേക്ഷ പരിഗണിച്ച കോടതി സെബാസ്റ്റ്യനെ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി 6 ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ബിന്ദു പത്മനാഭനെ വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് കഴിഞ്ഞ മാസം സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയത്. പിന്നാലെ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കുകയും ചെയ്തു. ജയമ്മ തിരോധാന കേസിൽ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇയാളുടെ അറസ്റ്റ് ജയിലിലെത്തിയാണ് രേഖപ്പെടുത്തിയത്. തുടർന്നാണ് കസ്റ്റഡി അപേക്ഷ നൽകിയതും. അതേസമയം ബിന്ദു കൊലപ്പെട്ടത് കേരളത്തിന് പുറത്തു വെച്ചാണോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. അതിനാൽ കോട്ടയം, എറണാകുളം, കണ്ണൂർ എന്നീ ജില്ലകൾക്ക് പുറമെ കുടക്, ബാംഗ്ലൂരു, വേളാങ്കണ്ണി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തുമെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചിട്ടുണ്ട്. വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളിൽ സെബാസ്റ്റ്യനും ബിന്ദുവും ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ബിന്ദുവിനെ കൊലപ്പെടുത്തി ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും ഒരു സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.